ഗണിതരസതന്ത്രത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ വീഡിയോസില് മാത്സിന്റെ ഒന്നാമത്തെ പാഠഭാഗമായ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസസിന്റെ കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് SSLC മാത്സിന്റെ ഒന്നാമത്തെ ലെസൺ ആയ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് പീരിയോഡിക് ടേബിളും അല്ലെങ്കിൽ ആവർത്തന പട്ടികയും ഇലക്ട്രോൺ വിന്യാസവും എന്ന പാഠഭാഗത്തെ ആശ്രയിച്ചുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രം എന്നാൽ എന്താണ്? അതായത് ഒരു പദാർത്ഥത്തിന്റെ ഏതെങ്കിലും പദാർത്ഥങ്ങളുടെ രാസപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രം എന്ന് പറയുന്നത്. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചു എന്താണ് പീരിയോഡിക് ടേബിൾ എന്നും അതുപോലെ തന്നെ ആറ്റം എന്താണെന്നും. ആറ്റം നിങ്ങൾ 8ാം ക്ലാസ്സിന് പഠിക്കുന്നുണ്ട്. ആറ്റത്തിന്റെ വിവിധ കണങ്ങൾ ഏതാണ്, ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നും അതിന്റെ ചാർജസ് ഒക്കെ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ആറ്റത്തിന്റെ ആ ഓരോ പാർട്ടിക്കിൾസും കണ്ടുപിടിച്ചത് ആരൊക്കെയാണെന്നും നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഗ്രൂപ്പ് എന്താണെന്നും പീരിയഡ് എന്താണെന്നും അല്ലെ. അപ്പൊ ഓരോ ഗ്രൂപ്പിനെയും നമ്മൾ എന്താണ് വിളിക്കുന്നത് ഒക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങൾ 9th നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതൊന്നുകൂടി ചില കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി നിങ്ങളോട് ഓർമ്മിപ്പിക്കാം. ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പദാർത്ഥം ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും ചെറിയ കണികേനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. ആറ്റം, ആ മൈന്യൂട്ട് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ആറ്റം. ആ ആറ്റത്തെ വിഭജിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു മുൻപേ കണ്ടുപിടിച്ചവർ പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീടത് അതിനെ ആറ്റം ക്യാൻ ബി ഡിവൈഡഡ്, ആറ്റത്തിനെ നമുക്ക് എന്ത് ചെയ്യാം? വിഭജിക്കാം എന്ന് കണ്ടുപിടിക്കപ്പെട്ടു. ആ ആറ്റത്തിന്റെ 3 കണങ്ങളാണ് പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ. പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും. ആ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞനാണ്. ഏണസ്റ്റ് റുദർഫോർഡ് എന്ന സയന്റിസ്റ്റ് ആണ് ഏത് കണ്ടുപിടിച്ചത്? പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ എന്ന ശാസ്ത്രജ്ഞനാണ്. പിന്നെ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് എന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ, പിന്നെ അതുപോലെ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് എന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പൊ ഈ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഈ 3 കണങ്ങളാണ്, ഈ 3 പാർട്ടിക്കിൾസ് ആണ് ഒരു ആറ്റത്തിന്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഒരു ആറ്റം വിഭജിച്ചു കഴിഞ്ഞാൽ അതിന്റെ അകത്തുള്ള കണങ്ങളായിട്ട് നമ്മൾ പറയുന്നതാണ് ഏതൊക്കെ? പ്രോട്ടോണും ഇലക്ട്രോണും അതുപോലെ തന്നെ ന്യൂട്രോണും. ഇനി ഇതിന്റെയൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പ്രോട്ടോണിന് ഒരു ചാർജ് ഉണ്ട്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. ന്യൂട്രോൺ എന്താണ്? ചാർജ്ലെസ് ആണ്. അപ്പൊ പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ് പ്രോട്ടോണിന്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. ന്യൂട്രോൺ എന്താണ്? ചാർജ് ഇല്ല. ന്യൂട്രോൺ ഈസ് ചാർജ്ലെസ്. അപ്പോ എന്താണ്? പ്രോട്ടോൺ ഹാവ് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺ ഹാവ് നെഗറ്റീവ് ചാർജ് ആൻഡ് ന്യൂട്രോൺ ഈസ് ചാർജ്ലെസ്. ഇനി ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിനെ പറ്റി പ്രധാനപ്പെട്ട വേറൊരു കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? അതിന്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും. എന്താണ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ എന്താണ്? അറ്റോമിക് നമ്പറും അതുപോലെ തന്നെ മാസ് നമ്പറും നിങ്ങൾ പഠിക്കുന്നുണ്ട്. അറ്റോമിക് നമ്പറും മാസ് നമ്പറും. എന്താണ് അറ്റോമിക് നമ്പർ? അറ്റോമിക് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെയോ അല്ലെങ്കിൽ ഒരാറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തെയോ ആണ് എന്ത് വിളിക്കുന്നത്? അറ്റോമിക നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പൊ വാട്ട് ഈസ് അറ്റോമിക് നമ്പർ? അറ്റോമിക് നമ്പർ ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയോ ഇലക്ട്രോണുകളുടെയോ എണ്ണമാണ് അറ്റോമിക നമ്പർ. അപ്പോൾ എന്താണ് മാസ് നമ്പർ? Mass number is the sum of number of protons and number of neutrons in an atom. Sum of number of protons and number of neutrons in an atom.
ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും തുകയാണ് എന്ത്? മാസ് നമ്പർ. അപ്പൊ മാസ് നമ്പർ നിർണ്ണയിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയണം? പ്രോട്ടോണിന്റെ എണ്ണവും അറിയണം, ന്യൂട്രോണിന്റെ എണ്ണവും അറിയണം. മനസ്സിലായോ? എന്നിട്ട് അത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് മാസ് നമ്പർ. പ്രോട്ടോണിന്റെ എണ്ണം മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? അറ്റോമിക് നമ്പർ എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് അറ്റോമിക് നമ്പർ? എന്താണ് അറ്റോമിക് നമ്പർ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം. അങ്ങനെയാണെങ്കിൽ മാസ് നമ്പർ എന്താണ്? മാസ് നമ്പർ എങ്ങനെയാണ് കണക്കാക്കുന്നത്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. ഇനിയുള്ള പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ഒരു ആറ്റത്തിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ടോ അത്ര തന്നെ ഇലക്ട്രോൺസും ഉണ്ടാവും. മനസ്സിലായോ? ഒരു ആറ്റത്തിൽ in an atom how many protons are there, the same number of electrons also will be there. മനസ്സിലായില്ലേ? അപ്പോൾ എത്ര പ്രോട്ടോൺസ് ഉണ്ടോ അത്രയും ഇലക്ട്രോൺസ് ഉണ്ടാകും. അപ്പോൾ പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണെന്നും പറഞ്ഞു. അങ്ങനെയെങ്കിൽ 5 പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ അതിൽ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടാവും? 5 പോസിറ്റീവ് ചാർജ് ഉണ്ടാവില്ലേ? അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടാകും? 5 നെഗറ്റീവ് ചാർജ് ഉണ്ടാകും. അപ്പോൾ 5 പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ 5 പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ അതിൽ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടാകും? അതിന്റെ ചാർജ് എന്ന് പറഞ്ഞത് +5 ആയിരിക്കും. +5 ആയിരിക്കും. 5 പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ +5 ആയിരിക്കും. 5 നെഗറ്റീവ് ചാർജ് 5 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചാർജ് വരും? -5 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ചാർജ് നമ്മൾ കൂട്ടി നോക്കിയേ, അപ്പോഴെത്ര കിട്ടുക? ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് +5ഉം -5ഉം ആഡ് ചെയ്താൽ എത്രയാണ്? 0 അല്ലേ? +5ഉം -5 -5ഉം +5ഉം കൂട്ടിയാൽ 0 അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 12 പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 12 ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലെ? അങ്ങനെയാണെങ്കിൽ സം ഓഫ് ചാർജ് എന്ത് വരും? അവിടെ ചാർജുകളുടെ തുക എത്രയായിരിക്കും? +12ഉം +12ഉം -12ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും? ആൻസർ 0 എന്ന് കിട്ടും. അപ്പോൾ അവിടെയും ചാർജ് എത്രയായി? 0 ആയി. അപ്പൊ നമ്മൾ എന്താണ് അവിടെ കണ്ടത്? an atom is electrically neutral അല്ലെ? ഒരു ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. ഒരു ആറ്റത്തിന് ചാർജ് ഇല്ല, ആറ്റത്തിലുള്ള കണങ്ങൾക്ക് ചാർജ് ഉണ്ട്. ബട്ട് an atom is electrically neutral. What is the reason? Because the number of electrons and number of protons in an atom are equal അല്ലെ? അതിന്റെ അകത്തുള്ള പ്രോട്ടോൺസിന്റെ എണ്ണവും ഇലക്ട്രോൺസിന്റെ എണ്ണവും ഈക്വൽ ആണ്. അതുകൊണ്ട് therefore how many positive charges are there? The same number of negative charges also will be there. Therefore the sum is 0. എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും എന്ത് തന്നെ ഉണ്ടാവും? നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അതുകൊണ്ട് ഒരാറ്റത്തിന്റെ ചാർജ് എന്തായിരിക്കും? 0 ആണ്. ഒരാറ്റത്തിന് ചാർജ് ഇല്ല. മനസ്സിലായല്ലോ? ന്യൂട്രോൺസിന്റെ എണ്ണം ഒരു ആറ്റത്തിന്റെ ചാർജിനെ നിർണ്ണയിക്കുന്നില്ല. ന്യൂട്രോൺസിന്റെ എണ്ണവും പ്രോട്ടോൺസിന്റെ എണ്ണവും എന്താണ്? വ്യത്യസ്തമായിരിക്കും. ചിലതിൽ സെയിം ആയിരിക്കാം, ചിലതിൽ എന്താണ്? വ്യത്യസ്തമായിരിക്കാം. പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണവും ഒരിക്കലും എല്ലായ്പ്പോഴും തുല്യമാകണമെന്നില്ല. തുല്യമാകുന്ന കേസസും ഉണ്ട്, അല്ലാത്ത കേസസും ഉണ്ട്. മനസ്സിലായല്ലോ? ഇത്രയൊക്കെയാണ് നിങ്ങളെ ആറ്റത്തിന്റെ 3 കണങ്ങളെ പറ്റി നിങ്ങൾ അറിയാനുള്ളത്. ഇനി വേറെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആറ്റത്തിന് അതിന്റെ ചുറ്റിലുമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്നും ആ ന്യൂക്ലിയസിന്റെ ചുറ്റിലുമായി എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണുകൾ കറങ്ങുന്നുണ്ടെന്നും പഠിച്ചിട്ടുണ്ട് അല്ലെ? നമ്മളെ ഒരു സോളാർ സിസ്റ്റത്തിൽ സൺ ഈസ് ദ സെന്റർ ഓഫ് ദ സോളാർ സിസ്റ്റം അല്ലെ? സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ്. ആൻഡ് ഓൾ ദ പ്ലാനറ്റ്സ് ആർ 8 planets are there for the sun. Then that 8 planets are what? Revolving around the sun അല്ലെ? ആ 8 ഗ്രഹങ്ങളുണ്ടെന്നും ആ 8 ഗ്രഹങ്ങളും സൂര്യനെ കറങ്ങുന്നുണ്ടെന്നും നിങ്ങൾ പഠിച്ചു അല്ലെ? ത്രൂ വിച്ച് ഏരിയ അല്ലെങ്കിൽ ത്രൂ വിച്ച് പാത്ത്, ഏതിലൂടെയാണ് ഇത് കറങ്ങുന്നത്? ദാറ്റ് പാത്ത് ഈസ് നോൺ ആസ് ഓർബിറ്റ് അല്ലെ? അത് അങ്ങനെ കറങ്ങുന്ന അതിന് നമ്മൾ എന്ത് വിളിച്ചു? ഒരു ഓർബിറ്റ് എന്ന് വിളിച്ചു. ഈച്ച് ആൻഡ് എവരി പ്ലാനറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഓർബിറ്റ് അല്ലെ? ഏതൊരു പ്ലാനറ്റിനും എന്താണ്? അതിൻ്റെതായ ഒരു ഓർബിറ്റ് ഉണ്ട്, അതിന് കറങ്ങാൻ ഒരു പാതയുണ്ട്, പഥമുണ്ട് അല്ലെ? The same way what
all the electrons are revolving around the nucleus through one path. That path is also known as what? Orbit, or it is known as energy level. അതിനെ ഊർജ നിലകൾ എന്നും വിളിക്കും. Why it is known as energy level? Because the energy of each path is, each orbit is different from one another. എന്താണ്? ഓരോ ഓർബിറ്റിന്റെയും എന്താണ് ഊർജത്തിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ ഊർജ നിലകൾ എന്നാണ് വിളിക്കുന്നത്, എനർജി ലെവൽസ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരു നമ്മളറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സോളാർ സിസ്റ്റത്തിൽ സണ്ണിൽ നിന്നും സൂര്യനോട് അടുത്ത് കിടക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് ബുധനാണ്, മെർക്കുറിയാണ്, അല്ലെ? മെർക്കുറി, അല്ലെ? അത് കഴിഞ്ഞാൽ എന്താണ് നമ്മള് വീനസ് എന്നും ഏർത്ത്, മാർസ്, അങ്ങനെയും പഠിച്ചു, അല്ലെ? മെർക്കുറി, വീനസ്, ഏർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ അല്ലെ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ, ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സൂര്യനിൽ നിന്നും അകലുന്തോറും എന്താണ്, സൂര്യനിൽ നിന്നുള്ള ദൂരം കൂടുന്തോറും അതിന്റെ ചൂടിൽ വ്യത്യാസം വരുന്നതെന്നും, അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മൾ സൂര്യനോട് അടുത്ത് കിടക്കുന്ന ഗ്രഹങ്ങൾ എന്താണ്, ചൂട് കൂടിയ ഗ്രഹങ്ങളാണെന്നും, സൂര്യനിൽ നിന്നും അകന്നു പോകുന്തോറും എന്താണ്, അവ അകന്നു പോകുന്തോറും അവ തണുത്ത ഗ്രഹങ്ങളാണെന്നും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? തണുത്ത ഗ്രഹങ്ങളാണ് നമ്മൾ ഏതൊക്കെ പറഞ്ഞത്, ശനി ആയാലും യുറാനസ്, നെപ്റ്റ്യൂൺ, ഇതൊക്കെ തണുത്ത ഗ്രഹങ്ങളാണെന്ന്. അപ്പൊ സൂര്യനിൽ നിന്നും ആ ന്യൂക്ലിയസ് കേന്ദ്രത്തിൽ നിന്നും അകന്നു പോകുന്തോറും അതിന്റെ സ്വഭാവത്തിലും വ്യത്യാസം വരുന്നുണ്ട്. അതേപോലെ ഈ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്താണ്, ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് നമുക്ക് നോക്കാം. ഒരു ആറ്റത്തിന്റെ കേന്ദ്രത്തെയാണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ദ സെന്റർ ഓഫ് ദി ആറ്റം ഈസ് നോൺ ആസ് വാട്ട്? ന്യൂക്ലിയസ്. അപ്പോൾ ഒരു ആറ്റത്തിൽ 3 കണങ്ങൾ ഉണ്ടെന്നും അത് ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നാണെന്നും നിങ്ങൾക്കറിയാം. അതിൽ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത് ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിലായിരിക്കും. ഇലക്ട്രോൺസ് കാണപ്പെടുന്നത് അതിന് ചുറ്റുമുള്ള ഈ ഓർബിറ്റിൽ അല്ലെങ്കിൽ ഷെല്ലുകളിലായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പോ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞത് ആറ്റത്തിന്റെ കേന്ദ്രമാണ്. ഇത് സെന്റർ ഓഫ് ദ ആറ്റം, സെന്റർ ഓഫ് ആൻ ആറ്റം ഈസ് നോൺ ആസ് ന്യൂക്ലിയസ്. പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ പ്രസന്റ് ഇൻ ന്യൂക്ലിയസ്. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കാണപ്പെടുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. ആൻഡ് ദ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ഡിഫറെന്റ് ഷെൽസ്. എന്താണ്? ആറ്റത്തിന്റെ കേന്ദ്രത്തിന് ചുറ്റുമുള്ള ഓർബിറ്റിൽ കൂടി അല്ലെങ്കിൽ ഷെല്ലുകളിൽ കൂടി ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയസിനെ ന്യൂക്ലിയസിന് ചുറ്റുമായി കറങ്ങുന്നു. മനസ്സിലായല്ലോ? അങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്ന മേഖലയാണ് എന്ത് വിളിക്കുന്നത്? ഷെല്ലുകൾ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഷെൽ ഹാസ് ഡെഫിനിറ്റ് എനർജി. ആ ഓരോ ഷെല്ലിനും എന്താണ്? ഒരു നിശ്ചിത ഊർജമുണ്ട്. അക്കോർഡിംഗ് ടു ദ എനർജി ലെവൽസ് ദ ഇലക്ട്രോൺസ് ആർ ഫിൽഡ്. ആ എനർജി ലെവൽ, ഊർജ നിലയ്ക്ക് അനുസരിച്ചിട്ടാണ് ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ന്യൂക്ലിയസിന്റെ ചാർജ് എന്തായിരിക്കും? ന്യൂക്ലിയസിൽ ആരൊക്കെയാണെന്ന് പറഞ്ഞു? പ്രോട്ടോണും ന്യൂട്രോണും ആണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ദ ചാർജ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് പോസിറ്റീവ്. അതുകൊണ്ട് തന്നെ ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ന്യൂക്ലിയസിന്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആണ് ഏതിനുണ്ടാവുന്നത്? ന്യൂക്ലിയസിന് ഉണ്ടാവുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഞാനിപ്പോൾ ഒരു 16 ഞാനിപ്പോ ഇവിടെ വരച്ചിരിക്കുന്നത് 16 ഇലക്ട്രോൺസ് നിങ്ങൾക്ക് ഇതിന്റെ ചുറ്റുമായിട്ട് കാണാം. അതായത് ഇവിടെ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസും അടുത്ത ഷെല്ലിൽ 1, 2, 3, 4, 5, 6, 7, 8 ഇലക്ട്രോൺസും അടുത്ത ഷെല്ലിൽ 1, 2, 3, 4, 5, 6 ഇലക്ട്രോൺസും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര ഇലക്ട്രോൺസ് വന്നു? 2 × 10, 10 6 16 ഇലക്ട്രോൺസ് വന്നു. 16 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ എത്ര പ്രോട്ടോൺസ് ഉണ്ടാകും? 16 പ്രോട്ടോൺസ് ഉണ്ടാവില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര പ്രോട്ടോൺസ് ഉണ്ടാകും? ഇവിടെ 16 പ്രോട്ടോൺസ് ഉണ്ടാകും. ഇനി എത്ര ന്യൂട്രോൺസ് ഉണ്ടാകും? ഈ കേസിൽ 16 തന്നെയാണ് ന്യൂട്രോൺസ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 16 എന്ന് പറഞ്ഞിരിക്കുന്നത് സൾഫർ ആണ്. സൾഫറിന്റെ അറ്റോമിക് നമ്പർ ആണ് 16 എന്ന് പറഞ്ഞിരിക്കുന്നത്. സൾഫറിന്റെ മാസ് നമ്പർ 32 ആണ്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്ര തന്നെയാണ്? 16 തന്നെയാണ്.
അപ്പൊ മാസ് നമ്പർ തന്നിട്ട് പ്രോട്ടോണിന്റെ എണ്ണവും തന്നുകഴിഞ്ഞാൽ ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ്? ന്യൂട്രോൺസിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് നമ്പർ കുറക്കണം ഏതാണ്? അറ്റോമിക് നമ്പർ അല്ലെ? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ഗീവ്സ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. എന്താണ്? മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ കുറച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ന്യൂട്രോണുകളുടെ എണ്ണമായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്നത് സൾഫറിന്റെ ഷെൽ കോൺഫിഗറേഷൻ എന്താണ്? അതിന്റെ ബോർ മോഡൽ ആണെന്ന് പറയും. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചു ഇതിന്റെ ബോർ മോഡൽ എന്ന് പഠിച്ചു. ഇതിനെ ബോർ മോഡലാണ് ഇത് വരക്കുന്നത്. അത് ന്യൂക്ലിയസും വരച്ച് അതിന്റെ ചുറ്റും എന്താണ് ഷെല്ലുകളും വരച്ച് അതിൽ എന്താണ് നിശ്ചിത എന്താണോ അതിനനുസരിച്ചുള്ള ഇലക്ട്രോൺസും നിങ്ങൾ കഴിഞ്ഞ വർഷം ഫില്ല് ചെയ്തതാണ്. അവിടെ നിങ്ങളൊരു ഫോർമുല പഠിച്ചു. ഞാൻ പറഞ്ഞു ഓരോ എന്താണ് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓരോ എനർജി ലെവലിനോ അല്ലെങ്കിൽ ഓരോ ഓർബിറ്റിനോ ഓരോ ഷെല്ലിനും എന്താണ് ഒരു എനർജി ലെവൽ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? അതിന്റെ ഒരു ഊർജ്ജ നിലകൾ എന്നാണ് അതിനെ വിളിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി ആ ഊർജ്ജ നിലയ്ക്ക് അനുസരിച്ചിട്ട് നമ്മള് എത്ര ഇലക്ട്രോൺസ് ഇതിന് ഉൾക്കൊള്ളാൻ പറ്റും, ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസിന് ഉൾക്കൊള്ളാൻ പറ്റും എന്നത് കണക്കാക്കാൻ ഒരു ഫോർമുല ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ഫോർമുല എന്ന് പറഞ്ഞിരിക്കുന്നത്? എന്തായിരുന്നു ആ ഫോർമുല? 2n² ആയിരുന്നു ആ ഫോർമുല. 2n². ഇതായിരുന്നു ഫോർമുല. എന്തിന്റെ ഫോർമുലയാണിത്? എന്തിന്റെ ഫോർമുലയാണ്? In order to find out the number of electrons can accommodate in each shell. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുലയാണ് ഇത് 2n². ഫോർ എക്സാമ്പിൾ n is equal to 1. n is equal to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ ഷെല്ലാണെങ്കിൽ ഒന്നാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം അപ്പോഴെങ്ങനെ കണ്ടുപിടിക്കാം? n is equal to 1 ആണെങ്കിൽ എന്താണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2 into 1². എത്രയാണിത് വരുന്നത്? 2 into 1² എത്രയാണ്? 2 into 1² is equal to 2 into 1 is equal to 2. അപ്പൊ ഒന്നാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. രണ്ടാമത്തെ ഷെല്ലിൽ കണക്കാക്കാൻ എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ ഷെല്ലിൽ കണക്കാക്കാൻ എത്രയാണ്? n is equal to 2 കൊടുത്താൽ എത്ര കിട്ടുന്നത്? 2 into 2² is equal to 2 into 4 is equal to 8. അപ്പൊ രണ്ടാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണ്? 8 ആണ്, 8 ആണ്. ഇനി n is equal to 3 ആണെങ്കിലോ? n is equal to 3 ആകുമ്പോൾ 2 into 3² that is equal to 2 into 9 is equal to 18. അടുത്തത് n is equal to 4 ആണെങ്കിൽ 2 into 4² is equal to 2 into 16 is equal to 32. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 32 ആണ്. അപ്പൊ ഒന്നാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണെന്നും രണ്ടാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണെന്നും മൂന്നാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 18 ആണെന്നും നാലാമത്തെ ഷെല്ലിലുള്ളതിന് 32 ആണെന്നും ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളാണ്. ഇനി ഈ ഷെല്ലുകൾക്ക് ഓരോ പേരും നിങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. എന്തൊക്കെയായിരുന്നു ആ ഷെല്ലുകളുടെ പേര് കൊടുത്തിരിക്കുന്നത്? എന്തൊക്കെയായിരുന്നു? ഈ ഓരോ ഷെല്ലിനും നമുക്ക് കൊടുക്കാവുന്ന പേര് എന്താണിത്? കൊടുത്ത എന്തൊക്കെയായിരുന്നു? KLMN എന്ന് പറഞ്ഞ് നിങ്ങൾ പേര് കൊടുത്തു അല്ലെ? നമ്പർ ഓഫ് ഷെൽസ്. നമ്പർ ഓഫ് ഷെൽസിന്റെ നിങ്ങൾ ഒന്നാമത്തെ ഷെല്ലിന് കൊടുത്തു. എന്താണ് ഒന്നാമത്തെ ഷെല്ലിന് കൊടുത്തത്? എത്രയാണ്? K എന്ന പേര് കൊടുത്തു. K. രണ്ടാമത്തെ ഷെല്ലിന് കൊടുത്തു L. മൂന്നാമത്തെ ഷെല്ലിന് കൊടുത്തു M. നാലാമത്തെ ഷെല്ലിന് നിങ്ങൾ പേര് കൊടുത്തത് എന്തായിരുന്നു? N എന്നായിരുന്നു കൊടുത്തത് അല്ലെ? ഇനി ഈ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം, ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ഈ ഒന്നാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. ഒന്നാമത്തെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. രണ്ടാമത്തെ ഷെല്ലിൽ L ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. M ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 18 ആണ്, 18 ആണ്. N ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരുന്നു? 32 ആയിരുന്നു. ഇതും നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ആണല്ലോ. അപ്പം എന്താണ് എനർജി ഷെല്ലുകളുടെ പേരും അതുപോലെ തന്നെ അതിലെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണവും കഴിഞ്ഞ വർഷം പഠിച്ചു. നമ്മൾ ഈ വർഷം ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുന്നുണ്ട്. അതിനു മുന്നേ പീരിയോഡിക് ടേബിൾ എന്നാണ് നമ്മൾ ഇതിന്റെ പീരിയോഡിക് ടേബിളിൽ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച മറ്റു കാര്യങ്ങളും കൂടി ഇന്ന് ചർച്ച ചെയ്യാം.
എന്തൊക്കെയാണ് പീരിയോഡിക് ടേബിളില് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എലിമെന്റ്സിനെ അല്ലെ അവയുടെ സ്വഭാവത്തിനനുസരിച്ച് ക്ലാസിഫൈ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള രീതിയിൽ അതിന്റെ അതിന്റെ പേര് മുഴുവനായിട്ട് എഴുതാതെ അതിന് എന്താണ് സിംബൽസ് വെച്ച് ഡിനോട്ട് ചെയ്തിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ചുരുക്കിയ രൂപത്തിലുള്ള ഒരു പട്ടികയാണ് എന്തത് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ടേബിൾ ആണ്, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ് ഇത് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ആണല്ലോ. ഇനി അതിനകത്ത് നിങ്ങൾ എന്തൊക്കെയാ പഠിച്ചിരിക്കുന്നത്? അതിനകത്ത് ഗ്രൂപ്പുകൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, പീരിയഡുകൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള കോളങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രൂപ്പുകൾ എന്നും, വിലങ്ങനെയുള്ളതിനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത്, വെർട്ടിക്കൽ ആയിട്ടുള്ളതിനെ ഗ്രൂപ്പ്സ് എന്നും, ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതിനെ എന്താണ് നമ്മള് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോസ് അല്ലെ, അതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോസിനെ വിളിച്ചിരിക്കുന്നത് എന്തായിരുന്നു? പീരിയഡ്സ് എന്നുമായിരുന്നു. പീരിയഡുകൾ എന്ന് വിളിച്ചു. അതിൽ എത്ര ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു? 18 ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു അല്ലെ. 18 ഗ്രൂപ്പുകളും അതുപോലെ തന്നെ എത്ര പീരിയഡ്സ് ഉണ്ടായിരുന്നു? 7 പീരിയഡ്സും ഉണ്ടായിരുന്നു. 18 ഗ്രൂപ്പുകളും 7 പീരിയഡുകളുമാണ് ഏതിലുള്ളത്? ആധുനിക പീരിയോഡിക് ടേബിൾ. മോസ്ലി എന്ന ശാസ്ത്രജ്ഞൻ ആവിഷ്കരിച്ച ആധുനിക പീരിയോഡിക് ടേബിൾ, മോഡേൺ പീരിയോഡിക് ടേബിളിൽ എന്താണ്? 18 ഗ്രൂപ്പുകളും അതുപോലെ തന്നെ 7 പീരിയഡുകളുമാണ് ഉള്ളത്. അതിൽ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മൂലകങ്ങളെ വർഗീകരിച്ചത്? എങ്ങനെയാണ് എലിമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്? അക്കോർഡിംഗ് ടു ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദ അറ്റോമിക് നമ്പർ അല്ലെ. അറ്റോമിക നമ്പർ കൂടി വരുന്ന ക്രമത്തിൽ എന്താണ്? മൂലകങ്ങളെ വർഗീകരിച്ചുകൊണ്ട് എലിമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ പീരിയോഡിക് ടേബിൾ ആണ് മോഡേൺ പീരിയോഡിക് ടേബിൾ ആണല്ലോ. ഇനി അതിൽ നമ്മൾ 8 ഗ്രൂപ്പ്. ഇനി ആ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോഴേ എങ്ങനെയാണ് നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്? എങ്ങനെയാ? ഒരേ സ്വഭാവം കാണിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉള്ളതിനെയൊക്കെയല്ലേ നമ്മൾ ഒരു ഗ്രൂപ്പ് ആക്കി എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ആനിമൽസിനൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അല്ലെ. ആനിമൽസ്, ബേർഡ്സിനെയൊക്കെ നിങ്ങൾ ബേർഡ്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. അതിനകത്ത് ബേർഡ്സ് മാത്രം വരുന്ന രീതിയിൽ. ആനിമൽസ് ആണെങ്കിൽ ആനിമൽസ് മാത്രം വരുന്ന രീതിയിൽ. ഫ്രൂട്ട്സ്, അതിനകത്ത് നമ്മൾ ഫ്രൂട്ട്സ് മാത്രം വരുന്ന രീതിയിൽ. വെജിറ്റബിൾസ്, അതിന് വെജിറ്റബിൾസ് മാത്രം വരുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കുമല്ലോ. അപ്പൊ അവിടെ എന്താ പ്രത്യേകത? എന്താണ് പ്രത്യേകത? അതിൽ എന്താണ്? ഒരേ സ്വഭാവം, സമാന സ്വഭാവം കാണിക്കണം അല്ലെ. സമാന സ്വഭാവം കാണിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഗ്രൂപ്പിലേക്ക് മാറ്റുന്നു. അതേപോലെ പീരിയോഡിക് ടേബിളിലും എന്താണ്? സമാന സ്വഭാവം, കെമിക്കലി എന്താണ്? ഒരേ സ്വഭാവം കാണിക്കുന്നതിനൊക്കെ എന്ത് ചെയ്യും? നമ്മളൊരു ഗ്രൂപ്പിലാക്കി മാറ്റും. അങ്ങനെയാണ് നമ്മൾ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുന്നത്. ഗ്രൂപ്പിൽ അതിനെ ഉൾപ്പെടുത്തുന്നു. അപ്പോ അതിനെന്തെങ്കിലും ഒരു എന്തെങ്കിലും എന്താണ്? അതൊരു ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സമാനമായിട്ടുള്ള ഒരു സ്വഭാവം അതിന് ഉണ്ടാകും. ഇനി അതേപോലെ തന്നെ പീരിയഡുകളുണ്ട്. 7 പീരിയഡുകളാണ് ഉള്ളത്. ഇനി ആ ഗ്രൂപ്പ്സിനെ തന്നെ നിങ്ങള് 18 ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഗ്രൂപ്പുകൾ നിങ്ങൾ പേര് കൊടുത്തു. ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. അപ്പൊ ഗ്രൂപ്പുകൾ നിങ്ങൾ പഠിച്ചതിൽ ഒന്നാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ 18 ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ ഗ്രൂപ്പിനെ വിളിച്ച പേരെന്തായിരുന്നു? ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഹൈഡ്രജൻ അല്ലെ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം എന്നൊക്കെ പറഞ്ഞ ഒന്നാമത്തെ ഗ്രൂപ്പ് വരുന്നുണ്ട് ആണല്ലോ. രണ്ടാമത്തെ ഗ്രൂപ്പിലും അതുപോലെ തന്നെ നിങ്ങൾ എന്താണ്? മഗ്നീഷ്യം, കാൽസ്യം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത്തെ ഗ്രൂപ്പിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടൊക്കെ ഈ ഗ്രൂപ്പുകളില് എന്താണ്? നമ്മള് ഒന്നാമത്തെ ഗ്രൂപ്പിൽ നമ്മൾ ഒക്കെ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഹൈഡ്രജൻ ഒഴികെ ബാക്കിയൊക്കെ തന്നെ എന്താണ്? ലോഹങ്ങളാണ്, മെറ്റൽസ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ആൽക്കലി മെറ്റൽസ് എന്നാണ് വിളിക്കുന്നത്. ആൽക്കലി മെറ്റൽസ് അല്ലെ. അതിനെ നമ്മൾ വിളിച്ചിരുന്നത് എന്തായിരുന്നു? ആൽക്കലി മെറ്റൽസ് എന്ന് വിളിച്ചു. ആൽക്കലി മെറ്റൽസ് അതിനെ വിളിച്ചിരുന്നത് ആൽക്കലി ലോഹങ്ങൾ എന്നായിരുന്നു. ആൽക്കലി ലോഹങ്ങൾ എന്നും. രണ്ടാമത്തെ ഗ്രൂപ്പിനെ എന്താ വിളിച്ചത്? രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്നതിനെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് വിളിച്ചു. അതിനെ വിളിച്ച പേര് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ് വിളിച്ചത്. രണ്ടാമത്തെ ഗ്രൂപ്പിനെ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് വിളിച്ചു. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് വിളിച്ചു. പിന്നെ വരുന്നത് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് മൂലകങ്ങളെ വിളിച്ചത് ട്രാൻസിഷൻ എലിമെന്റ്സ് എന്നായിരുന്നു. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് എലിമെന്റ്സിനെ വിളിച്ചിരുന്ന പേര് സംക്രമണ മൂലകങ്ങൾ എന്നായിരുന്നു. ട്രാൻസിഷൻ എലിമെന്റ്സ് എന്ന് വിളിച്ചു. സംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ എലിമെന്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിച്ചു.
ട്രാൻസിഷൻ എലിമെന്റ്സ് എന്ന് വിളിച്ചു അതിനെ. പിന്നെ ഉള്ളത് ഏതായിരുന്നു? 13ാമത്തെ ഗ്രൂപ്പായിരുന്നു. 13ാമത്തെ ഗ്രൂപ്പിനെ വിളിച്ച പേര്, 13ാമത്തെ ഗ്രൂപ്പിൽ എന്താണ്, ഒന്നാമത്തെ ആള് ബോറോൺ ആയിരുന്നു. 13ാമത്തെ ഗ്രൂപ്പിൽ ഒന്നാമത്തെ മെമ്പർ ബോറോൺ ആണ്. അപ്പൊ അതിനെ നമ്മൾ ബോറോൺ കുടുംബം എന്ന് വിളിച്ചു. അപ്പൊ 13ാമത്തെ ഗ്രൂപ്പിനെ വിളിച്ച പേരെന്തായിരുന്നു? ബോറോൺ ഫാമിലി. ബോറോൺ ഫാമിലി എന്ന് വിളിച്ചു അതിനെ, ബോറോൺ ഫാമിലി. പിന്നെ 14ാമത്തെ ഗ്രൂപ്പിൽ ആദ്യം വരുന്നത് കാർബൺ ആയിരുന്നു, കാർബൺ. അതുകൊണ്ട് അതിനെ കാർബൺ കുടുംബം എന്ന് വിളിച്ചു, കാർബൺ ഫാമിലി എന്ന് വിളിച്ചു, കാർബൺ ഫാമിലി. അതിനെ വിളിച്ച പേര് കാർബൺ ഫാമിലി എന്നായിരുന്നു. അപ്പോഴ് ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള എലിമെന്റ്സിനെ എന്ത് വിളിച്ചു? ആൽക്കലി മെറ്റൽസ് എന്നും ആൽക്കലി ലോഹങ്ങൾ എന്നും. രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള മെറ്റൽസിനെ എന്ത് വിളിച്ചു? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നും. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് മൂലകങ്ങളെ, ഗ്രൂപ്പ് ഓഫ് എലിമെന്റ്സിനെ എന്ത് വിളിച്ചു? ട്രാൻസിഷൻ എലിമെന്റ്സ് അല്ലെങ്കിൽ എന്താണ്, സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിച്ചു. 13ാമത്തെ ഗ്രൂപ്പിലുള്ള എലിമെന്റ്സിനെ എന്ത് വിളിച്ചു? ബോറോൺ ഫാമിലി. അതിന് എന്താണ്, അത് ഏത് കുടുംബം? അതിനെ എന്ത് വിളിച്ചു? ബോറോൺ ഫാമിലി, ബോറോൺ കുടുംബം എന്നും. 14ാമത്തെ ഗ്രൂപ്പിനെ എന്ത് വിളിച്ചു? കാർബൺ ഫാമിലി, കാർബൺ കുടുംബം എന്ന് വിളിച്ചു, കാർബൺ കുടുംബം. അടുത്തത് വരുന്നത് 15ാമത്തെ ഗ്രൂപ്പായിരുന്നു. 15ാമത്തെ ഗ്രൂപ്പിനെ വിളിച്ച പേര് എന്തായിരുന്നു? 15ാമത്തെ ഗ്രൂപ്പിനെ നൈട്രജൻ ഫാമിലി എന്നും. 15ാമത്തെ ഗ്രൂപ്പിനെ വിളിച്ചത് നൈട്രജൻ ഫാമിലി ആണെന്നും. എന്താണ് നൈട്രജൻ ഫാമിലി എന്ന് വിളിക്കാൻ എന്താ കാരണം? അതായത് നൈട്രജൻ കുടുംബം എന്ന് വിളിക്കാൻ കാരണം ആ 15ാമത്തെ ഗ്രൂപ്പിലുള്ള ഏറ്റവും ആദ്യത്തെ അംഗം, മെമ്പർ എന്ന് പറഞ്ഞിരിക്കുന്ന ഏതാനും നൈട്രജൻ ആയിരുന്നു. അതുകൊണ്ട് 15ാമത്തെ ഗ്രൂപ്പിനെ നൈട്രജൻ ഫാമിലി എന്നും 16ാമത്തെ ഗ്രൂപ്പിനെ വിളിച്ചത് ഓക്സിജൻ ഫാമിലി എന്നും, ഓക്സിജൻ കുടുംബം എന്നും. 17ാമത്തെ ഗ്രൂപ്പിനെ പൊതുവെ വിളിക്കുന്ന പേര് ഹാലോജൻസ് എന്നാണ്. ഹാലോജൻ. അതിൽ ഒന്നാമത്തെ ആള് ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിൻ കുടുംബം എന്ന് പറയാം. അതല്ലെങ്കിൽ എന്താണ്, ഹാലോജൻ ഫാമിലി എന്നും വിളിച്ചു, ഹാലോജൻ ഫാമിലി. പിന്നെ 18ാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ വിളിച്ചത്, 18ാമത്തെ ഗ്രൂപ്പിൽ നിങ്ങൾ കഴിഞ്ഞ വർഷം വേറൊരു കാര്യം പഠിച്ചെന്താണ്? അഷ്ടകം പൂർത്തിയാകുക എന്ന് പറഞ്ഞു. അപ്പൊ ഒരു എലിമെന്റ് ഇലക്ട്രോൺസ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു അത്? അതിന് സ്ഥിരത കൈവരിക്കാൻ, in order to get stable, അല്ലെ? അതിനെന്താണ്, സ്റ്റേബിൾ ആവാൻ, സ്ഥിരത ഉണ്ടാവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അതിന്റെ ഊർജം നഷ്ടപ്പെടുത്തി സ്ഥിരത കൈവരിക്കാൻ അതെന്ത് ചെയ്യുന്നു? അത് ഒക്ടൻ, അല്ലെ? എന്താണ്, അഷ്ടകം പൂർത്തിയാക്കുന്നു. അഷ്ടകം പൂർത്തിയാക്കി, അതായത് അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആകുന്ന രീതിയിൽ അതിനെ എന്താണ്, ആ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുകയോ ചെയ്തുകൊണ്ട് അതിന്റെ ഒക്ടഡായി മാറും. അതിനെയാണ് നമ്മൾ അഷ്ടകം എന്ന് പറയുന്നത്, ഒക്ടഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒക്ടഡ് സ്റ്റേറ്റിലുള്ള എലിമെന്റ്സ് ആണ് ഏതിലുള്ളത്? അഷ്ടകം പൂർത്തീകരിച്ച മൂലകങ്ങളാണ് എവിടെയുള്ളത്? 18ാമത്തെ ഗ്രൂപ്പിലുള്ളത്. അതുകൊണ്ട് അവയൊക്കെ തന്നെയും എന്താണ്, വളരെ സ്റ്റേബിൾ ആണ്, അല്ലെ? 18th ഗ്രൂപ്പ് എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റേബിൾ ആണ്. They are not undergoing in chemical reactions. അല്ലെ? അതെന്താണ്, രാസപ്രവർത്തനങ്ങളിലൊന്നും പങ്കെടുക്കുന്നില്ല. Because they don't need the electron and they don't want to remove the electrons. അല്ലെ? അതിനെന്താണ്, ഇലക്ട്രോൺ വാങ്ങുകയോ അല്ലെങ്കിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുകയോ ഒന്നും വേണ്ട. അതുകൊണ്ട് തന്നെ they are more stable. അപ്പോ ആ ഇലക്ട്രോൺസ്, ആ എലിമെന്റ്സിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? എന്തായിരുന്നു? നോബിൾ ഗ്യാസസ് എന്ന് വിളിക്കും. നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് എന്നൊക്കെ വിളിക്കും. നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇനേർട്ട് ഗ്യാസസ്, അല്ലെ? അപ്പൊ അലസവാതകങ്ങൾ എന്ന് വിളിക്കും അതിനെ. നോബിൾ ഗ്യാസസ് എന്ന് വിളിക്കും, ഇനേർട്ട് ഗ്യാസസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ എന്താണ്, അലസവാതകങ്ങൾ, ഉത്കൃഷ്ടവാതകങ്ങൾ, ഇങ്ങനെയൊക്കെ ഇതിനെ വിളിക്കും. അലസന്മാർ. നമ്മൾ ആരൊക്കെയാണ് അലസന്മാരെന്ന് വിളിക്കുന്നത്? ഒന്നും ചെയ്യാതെ നിൽക്കുന്നവരെയല്ല അലസന്മാരെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവ എന്താണ്, ഒരു രാസപ്രവർത്തനത്തിലും അവ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് ദേ ആർ നോൺ ആസ് എന്താണ്, ഇനേർട്ട് ഗ്യാസസ്, അലസവാതകങ്ങൾ എന്ന് വിളിക്കുന്നു. അവയൊക്കെ തന്നെ എന്താണ്, ഗ്യാസസ് ആണ്. അവയൊക്കെ തന്നെ വാതകങ്ങളാണ്. അതുകൊണ്ട് അവയെ എന്ത് വിളിക്കുന്നു? അലസവാതകങ്ങൾ, അല്ലെ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങള് എല്ലാവർക്കും വിശദമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുവാണ്. എന്തൊക്കെയായിരുന്നു? നമ്മുടെ ആറ്റംസ് എന്താണെന്ന് പറഞ്ഞു, ആറ്റം എന്താണെന്നും പ്രോട്ടോൺസ് എന്താണെന്നും ന്യൂട്രോൺസ് എന്താണെന്നും ഇലക്ട്രോൺസ് എന്താണെന്നും അവയുടെയൊക്കെ ചാർജ് എന്താണെന്നും
ന്യൂക്ലിയസ് എന്താണെന്നും അതുപോലെ തന്നെ ഷെല്ലുകൾ എന്താണെന്നും അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, ആ ഷെല്ലുകളുടെ ഓരോ ഊർജ്ജ നിലകൾ പറഞ്ഞു. പിന്നെ അതിനുശേഷം അതിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ അതിനുശേഷം പീരിയോഡിക് ടേബിൾ എന്താണെന്ന് പറഞ്ഞു. പീരിയോഡിക് ടേബിൾ ഗ്രൂപ്പുകൾ ഉണ്ടെന്നും പീരിയഡുകൾ ഉണ്ടെന്നും പറഞ്ഞു. അതിനുശേഷം എന്താണ് ഓരോ ഗ്രൂപ്പിനും ഓരോ പേരുകൾ ഉണ്ടെന്നും പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവല്ലോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.